ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? ഞാനും നല്ല ഹാപ്പി ആയിട്ട് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു ടിപ്പും കൂടിയാണ്. നമുക്ക് ബാക്കി വന്നിട്ടുള്ള നെയ്ച്ചോറ് വെച്ചിട്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം നെയ്ച്ചോറ് ബാക്കിയില്ലല്ലോ, എന്ത് ചെയ്യാമെന്നുള്ള ആലോചിക്കുന്നവർക്ക് ജസ്റ്റ് ഉപ്പിട്ട് നെയ്ച്ചോറിൻ്റെ ഒക്കെ അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ചിക്കനും മട്ടനും ബീഫും ഒന്നും ആവശ്യമില്ല. നമുക്കിങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് ഒരു സൈഡ് ഡിഷും കൂടാണ്ട് കഴിക്കാൻ പറ്റുന്നത് നല്ലതല്ലേ. അപ്പോൾ ഞാൻ ഇത് ഉച്ചക്ക് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്ന നെയ്ച്ചോറ് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ അതിലത്തെ കറിയൊക്കെ തീർന്നു പോയി. അതുകൊണ്ട് തന്നെ മോന് വൈകുന്നേരം ചിക്കൻ മാമു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ അവന് വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല സക്സസ്ഫുൾ ആയതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത ശേഷം കൊത്തി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊത്തി അരിഞ്ഞിട്ടുള്ള ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു അരമുറി ഒനിയന് ഇട്ട് കൊടുക്കുന്നുണ്ട്, വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇംഗ്ലീഷൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്ര സ്റ്റാൻഡേർഡിലൊന്നുമല്ല ഓൾറെഡി സംസാരിക്കാൻ, ഞാൻ നല്ല നാട്ടൻ പുറത്തുകാരിയാണ്. പക്ഷെ എന്തോ ഈ റെക്കോർഡിങ്ങിന് ഇരിക്കുമ്പോൾ ഞാൻ എന്തോ ഇത്തിരിയെങ്കിലും സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഇതാണോ സ്റ്റാൻഡേർഡ് എന്ന് കരുതുന്നവർക്ക്, ഞങ്ങൾ മലപ്പുറംകാർക്ക് ഇത് ഇത്തിരി സ്റ്റാൻഡേർഡാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഗരം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു അരമുറി മാഗി ക്യൂബിൻ്റെ പീസ് ഇത്തിരി വെള്ളത്തിൽ ഇങ്ങനെ ചാലിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ ചാലിക്കണം എന്നൊന്നുമില്ല, ഞാൻ ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വാരുന്നതുകൊണ്ട് ജസ്റ്റ് എല്ലായിടത്തേക്കും എത്തിക്കോട്ടെ കരുതിക്കാണ്ടാണ് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തത്. അങ്ങനെയാകുമ്പോൾ എല്ലായിടത്തേക്കും ഈ മാഗി ക്യൂബ് എത്തും. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളെ മെയിനായിട്ടുള്ള ഒരു എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ആകെ 2 പേർക്കൊക്കെ കഴിക്കാനുള്ളൊരു റൈസ് ചെയ്തുണ്ടായിരുന്നുള്ളൂ, വലിയ 2 പേർക്ക് കേട്ടോ. അപ്പം ഒരു എഗ്ഗ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറേ റൈസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എഗ്ഗ് എടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് ചിക്കി പൊരിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്നും ആരോടും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നല്ല കുനുകുനയായിട്ട് ചിക്കി പൊരിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് മസാലപ്പൊടികൾ ഇത്തിരി ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ചേർക്കാണ്ട് ഡയറക്റ്റായിട്ട് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിത് മുളക് പൊടി ചേർത്തതിന് ശേഷം ഒരിത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കളറായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ബാക്കി വന്നിട്ടുള്ള നെയ്ച്ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി കട്ടയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് ഇട്ടിട്ട് അത്യാവശ്യം ചൂടൊക്കെ ആറിയതാണ്. അപ്പം ഈ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടിയാൽ എല്ലായിടത്തേക്കും ഇതിലത്തെ ഫ്ലേവറും ഈ എഗ്ഗിൻ്റെയും മറ്റേ വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ നല്ലതായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ കട്ട ഉടക്കലൊരു ടാസ്ക്കാണ് കേട്ടോ. നന്നായിട്ട് കട്ടയുടച്ച് കൊടുക്കുക. അതിനുശേഷം മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടത് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്, അതും നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഒറിഗാനോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതും ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ കസൂരിമെത്തി അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ജസ്റ്റ് ഇട്ട് കൊടുത്തു നോക്കും കേട്ടോ. നല്ല പുളി ടേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ചിക്കനും ബീഫൊന്നും ഇല്ല പറഞ്ഞിട്ട് നെയ്ച്ചോറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ റൈസ് ഐറ്റംസ് ഒന്നും വെക്കാണ്ടിരിക്കണ്ട, ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് റൈസ് ഐറ്റം തന്നെ ആയിരിക്കും ഇത്. ഞങ്ങളിത് ഈവനിങ് സ്നാക്ക് ആയിട്ടാട്ടോ കഴിച്ചത്. മക്കളൊക്കെ നന്നായിട്ട് കഴിച്ചു, മാഷാ അല്ലാ, അവർക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമാക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പം അത്ര കുറേ സാധനങ്ങളൊന്നും വേണ്ടല്ലോ, നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് കേട്ടോ ഞാനിതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നാളെ ഇതേ നേരത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.